ആൻഫീൽഡിന്റെ വാതിലുകൾ അയാൾക്കായി തുറക്കപ്പെടുമോ? യൂറോപ്പിന്റെ മണ്ണിൽ വീണ്ടും അയാളുടെ കാൽപാദം പതിഞ്ഞേക്കുമോ? ബില്ലി ലിഡൽ, ഇയാൻ റഷ്, കെന്നി ഡാൾഗ്ലിഷ്, റോഗർ ഹണ്ട്, സ്റ്റീവൻ ജെറാർഡ് മെനഞ്ഞെടുത്ത ചരിത്രങ്ങളുടെ താളുകളിൽ കാൽപന്തിന്റെ സർവാധിപൻ ലയണൽ മെസ്സിയുടെ ശീർഷകത്താലുള്ള ഒരു ഉള്ളടക്കം ഉടലെടുക്കുമോ? ബ്ലോഗ്രാന ജേഴ്സിയിൽ അണപ്പൊട്ടിയൊഴുകിയ ആരാധകരെ മത്തിയിലായെത്തിയ ഉന്മാദത്തിന്റെ ലഹരി ആൻഫീൽഡിൽ അലയടിക്കുമോ? സ്വപ്നം കാണാൻ വിധിക്കപ്പെടാത്ത ഇന്റർ മിയാമി എന്ന ചെറിയ ടീമിനെ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ച ആ കുറിയ മനുഷ്യൻ പൂവണിയിപ്പിച്ചില്ലേ? ഇനി ആൻഫീൽഡിന്റെ മുറ്റത്ത് അയാൾ മായാജാലങ്ങൾ തീർക്കുമോ? കാൽപന്തിന്റെ പൂർണ്ണത കൈവരിച്ച് അതിനാസ്വദിക്കുമ്പോൾ മെസ്സിക്ക് പന്ത് തട്ടാൻ ഒരിടം വേണം. ഡിസംബറിൽ അവസാനിച്ച MLS ഇനി ഫെബ്രുവരി അവസാനത്തിലാണ് പുനരാരംഭിക്കുക. അതുകൊണ്ട് തന്നെ ഇത്രയും കാലം കളിക്കളത്തിന് പുറത്തിരിക്കുക എന്നത് വരാനിരിക്കുന്ന വേൾഡ് കപ്പിനെ ബാധിച്ചേക്കാം. അതില്ലാതിരിക്കാനാണ് ബെക്കാം റൂൾ എന്നറിയപ്പെടുന്ന ഈ കൂടുമാറ്റത്തിന് മെസ്സി ഒരുങ്ങുന്നത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ആരംഭിച്ചതിന് പിന്നാലെയാണ് ഈ നീക്കം. ഏകദേശം 4-5 ആഴ്ചകളിൽ ഒതുങ്ങി നിൽക്കുന്ന വായ്പാടിസ്ഥാനത്തിലാണ് മെസ്സി എത്തുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്താണ് ഈ ബെക്കാം റൂൾ? 2007 റയൽ മാഡ്രിഡിന്റെ തൂവള്ള ജേഴ്സി അയച്ചു വെച്ചുകൊണ്ട് ഡേവിഡ് ബെക്കാം അമേരിക്കൻ ക്ലബ്ബായ LA ഗാലക്സിയിലേക്ക് ചേർന്നു. പിന്നീട് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള MLS ഇടവേളയിൽ 2 സീസണുകളിലാണ് AC മിലാനിന് വേണ്ടി അദ്ദേഹം പന്ത് തട്ടിയത്. പിന്നീട് ഈ കൂടുമാറ്റത്തെ ഫുട്ബോൾ ലോകം ബെക്കാം റൂൾ എന്ന് വിളിക്കുകയുണ്ടായി. നിലവിൽ ലിവർപൂൾ പ്രീമിയർ ലീഗിൽ 4-ാം സ്ഥാനത്താണ്. 1-ാം സ്ഥാനത്തുള്ള ആർസണലുമായി 14 പോയിന്റിന്റെ വ്യത്യാസമുണ്ട്. ഇക്കഴിഞ്ഞ 3 മത്സരങ്ങൾക്കും ലിവർപൂളിന് ജയം സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ലയണൽ മെസ്സി ലിവർപൂളിലേക്ക് എത്തുന്നത് എല്ലാ അർത്ഥത്തിലും ടീമിന് അത്രമേൽ ഗുണമായിരിക്കും. ലിവർപൂളിന്റെ വേഗതയും പ്രസ്സിങ്ങും ആധാരമാക്കിയ ശൈലിയിൽ ലയണൽ മെസ്സി ഒരു ഫ്രീ റോൾ കൈകാര്യം ചെയ്യാനാണ് സാധ്യത. മധ്യനിരയും മുന്നേറ്റനിരയും തമ്മിലുള്ള കളിക്കളത്തിലെ ബന്ധത്തെ പരസ്പരം കോർത്തിണക്കി ആൻഫീൽഡിൽ നയനസുന്ദരമായ വിരുന്നൊരുക്കും. അവിടെ ലയണൽ മെസ്സി ഇന്നവരെ ഒരു കിരീടം പോലും നേടാത്ത ഇന്റർ മിയാമിക്ക് ഒരുപാട് കിരീടങ്ങൾ നേടിക്കൊടുത്തു. ആൻഫീൽഡിലെ യു വിൽ നെവർ വാക്കലുണെന്ന ഗാനവും ആരാധകരുടെ ഐക്യവും മെസ്സിയുടെ സാന്നിധ്യവും ഒത്തുചേരുമ്പോൾ അതിന്റെ ഇമ്പമൂറുന്ന ഈണം നിങ്ങളുടെ ഹൃദയത്തിൽ താളുകളെ മുട്ടിത്തുറക്കും. റിപ്പോർട്ടുകളും സ്റ്റേറ്റ്മെന്റുകളും എല്ലാം പുറത്തു വരുന്നു. ഇതുവരെ ഒഫീഷ്യലായിട്ടുള്ള വാർത്തകളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്നിരുന്നാലും നമുക്ക് കാത്തിരിക്കാം ഒരുപാട് പ്രതീക്ഷകളോടെ യൂറോപ്പിന്റെ മണ്ണിൽ അയാളുടെ കാൽപാദം പതിയുന്നതിന്. മെസ്സി ലിവർപൂളിലേക്ക് വരുന്നു എന്നത് ഇപ്പോൾ ഒരു സങ്കല്പം മാത്രമായിരിക്കാം. എന്നാൽ ഫുട്ബോൾ എന്ന കളിയുടെ സൗന്ദര്യം തന്നെ ഇത്തരം സ്വപ്നങ്ങൾക്കുള്ള ഇടമാണ്. ഒരിക്കൽ ആൻഫീൽഡിൽ ചുവപ്പ് ജേഴ്സിയിൽ മെസ്സി അണിഞ്ഞൊരുങ്ങി ഭൂജാതരായാൽ കാൽപന്തിന്റെ ചരിത്രത്തിലെ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒന്നായി അത് ചാർത്തപ്പെടും.